എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ മുതലേ വെയിലൊന്നും ഉദിച്ചിട്ടില്ല കേട്ടോ, മഴ തന്നെയായിരുന്നു. എന്നാൽ വലിയ കാര്യമായ രീതിയിലുള്ള മഴയാണോ എന്ന് ചോദിച്ചാൽ അല്ല, വെറുതെ ഇങ്ങനെ ചാരി ചാരി നിൽക്കുന്ന ടൈപ്പ് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ മുതലേ ഞാനും അമ്മയും കൂടിയിട്ട് മടി പിടിച്ച് ഇരുന്ന് വൈകുന്നേരമായിട്ടോ പണികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ സമയം നോക്കിയപ്പോഴാണ് 5:30 കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വെടി പൊട്ടിയ സമയത്ത് വിളക്ക് വെക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. എൻ്റെ കുളി നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുവിധം എൻ്റെ അടിച്ചുവരത്തോടെയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പോയി കുളിച്ചു. അമ്മ അവിടെ വെറുതെ മടിയും പിടിച്ച് കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ, മഴയെ നോക്കിയിട്ട്. അങ്ങനെ അമ്മേനെ ഓടിച്ചു വിട്ടിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലെ ഗണപതി ഉണ്ടല്ലോ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. ഗണപതിക്ക് വിളക്കും വെച്ച് പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരാൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കുളിക്കാൻ പോയ ആളാണ് കേട്ടോ, കാക്കക്കുളിയാന്ന് തോന്നുന്നുണ്ട് കുളിച്ചത്. ദേ കുളിയും കഴിഞ്ഞ് വന്നിരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നുണ്ട്. ആളെന്തായാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. നമുക്കിനി കുറച്ച് പണികളുണ്ട് കേട്ടോ ഇന്ന്. പണികൾ എന്ന് പറഞ്ഞത് വേറൊന്നല്ല, നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കണം. അച്ഛൻ എന്തായാലും ഇന്ന് വരാനായിട്ട് ലേറ്റ് ആവും. അച്ഛന് കുറച്ചധികം പണികളുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛൻ വരുമ്പോഴേക്കും നമുക്കൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, കാലത്ത് ഞാൻ മടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയിന്ന് ചോറും കറിയൊന്നും വെച്ചില്ല. പകരം രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഇത്ര നേരം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇനി അത് പറ്റില്ല കേട്ടോ, രാത്രി എന്തായാലും ഫുഡ് കഴിക്കണം. കാരണം ഇപ്പം തന്നെ എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചടപ്പടി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന്. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ക്യാരറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുപോലെ ബീൻസും ഉപ്പേരി വെക്കാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാനായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ മുട്ട ഒഴിച്ചിട്ടൊരു റെസിപ്പി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് ട്രൈ ചെയ്ത് നോക്കാനായിരുന്നു. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മുട്ട വീട്ടിലില്ലാത്തതുകൊണ്ട് ആശാൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇന്നെന്തായാലും നമുക്ക് ഉപകാരപ്പെടും, കാരണം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാമല്ലോ. ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ്റെ അരി കൊണ്ടാണ് കേട്ടോ. സംഭവം ഞാൻ മുമ്പ് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ സാധാ ബിരിയാണി റൈസിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വരില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ എല്ലാ ദിവസവും ഈ ചോറും കറിയല്ലേ തിന്നുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കി നോക്കാം. എൻ്റെ കുക്കിംഗ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലോപ്പും പറ്റാണ്ട് വന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ്. സാധാരണ എല്ലാ ഐറ്റം ഞാൻ 2-3 തവണ ഉണ്ടാക്കിയിട്ടാണ് പഠിക്കൽ. പക്ഷേ ഇത് ഒരൊറ്റ തവണ കൊണ്ട് തന്നെ ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രൈഡ് റൈസ് ലവറാണ് കേട്ടോ. എനിക്ക് ബിരിയാണിനേക്കാൾ ഇഷ്ടം ഫ്രൈഡ് റൈസ് തന്നെയാണ്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയാലും ഞാൻ ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കൽ. എന്ന് കരുതി ബിരിയാണി ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, ബിരിയാണി കിട്ടിയാലും തിന്നും. എങ്കിലും കൂടുതൽ ഇഷ്ടം ഫ്രൈഡ് റൈസാണ്. ഇതുവരെ ഞാൻ വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സാധാരണ ചിക്കനും മുട്ടയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ചിക്കൻ ഇല്ലാത്ത സമയത്ത് മുട്ട ഉണ്ടാവാറുണ്ട് കേട്ടോ, കാരണം നമുക്ക് കോഴി ഉള്ളതുകൊണ്ട് എപ്പോഴും മുട്ട ഉണ്ടാവും. ഇപ്പോൾ കൊടുക്കുന്ന കാരണമാണ് കേട്ടോ മുട്ട ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തത്. അപ്പോൾ മുട്ട ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഐറ്റവും ഇല്ല, പച്ചക്കറി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അച്ഛനൊന്ന് വിളിച്ച് നോക്കൂ വരാറായിട്ടുണ്ടോ എന്ന് അറിയാലോ എന്ന്. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ അച്ഛൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു മുട്ടയും വാങ്ങി വന്നോളാൻ, അപ്പോൾ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാമല്ലോ. ഇതുണ്ടാക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഓരോ കാര്യം ഓർമ്മ വന്നത്. സാധാരണ ഫ്രൈഡ് റൈസുകൾക്ക് മിക്ക ചാനലിൽ നോക്കിയാലും ഒരേ ടൈപ്പ് ഓഫ് റെസിപ്പീസ് തന്നെയാണ് കേട്ടോ കാണാറുള്ളത്. പക്ഷേ ഈ അടുത്ത യൂട്യൂബ് ചാനലിൽ നമ്മുടെ പുതിനയില ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വന്നിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അച്ഛനെ വിളിച്ച് വീണ്ടും പുതിനയിലയും മല്ലിയിലയും വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നനഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ആ റിസ്ക് എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി നമുക്ക് ബിരിയാണി അരി വാങ്ങുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം പുതിയ റെസിപ്പിയാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാലോ. റേഷനരി വെച്ചിട്ട് അമ്മ മിക്കപ്പോഴും വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ, സോയാബീനൊക്കെ ഇട്ടിട്ട്. അത് നല്ല അടിപൊളി ആവാറുണ്ട്. ഫ്രൈഡ് റൈസ് ഒരു തവണയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്, അതും വർക്കായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കുതിർത്തി വെക്കാറുണ്ട് അരി, കാരണം വെന്ത് കിട്ടണമല്ലോ. പിന്നെ ഇത് പെട്ടെന്ന് വേവും ചെയ്യും, അതുകൊണ്ട് അരി നോക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞ് അവിയൽ വരുവാവും. അരിയൊക്കെ സെറ്റ് ആകുമ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ 6 മുട്ട വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കത് കൊത്തിപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അച്ഛൻ മഴയൊക്കെ നനഞ്ഞൊരു കൂളി പാസ്സാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ട, നല്ല വിശപ്പുണ്ട്, വേഗം ഫുഡ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ വെള്ളരി പെട്ടെന്ന് വേവാറുണ്ട് കേട്ടോ, അധികം സമയമൊന്നും എടുക്കാറില്ല. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ആശാൻ വെന്ത് കിട്ടാറുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ കൊന്നാലും വേവൂലടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്.
എന്താണാവോ ഇത് തിളക്കി പോലും ചെയ്യാട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് സിമ്മിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ്. മുട്ട എല്ലാം എടുത്തില്ല കേട്ടോ, 2 അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ, പൊടി ആയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജാറിലൊന്നും ഇട്ടില്ല, ആകെ കുറച്ചല്ലേ വേണ്ടതു. അത് നമ്മുടെ കല്ലിൽ വെച്ച് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി മുട്ട കൊത്തിപ്പേരി ഉണ്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. പച്ചക്കറി ഒക്കെ അരിഞ്ഞ് വെച്ച് സെറ്റായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മിക്സിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇന്ന് നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ചെയ്തിട്ടും ഒരു കാര്യം കൊണ്ട് നീങ്ങാത്ത പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിലും സ്പീഡിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. പതുക്കെ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ വേഗം കഴിയുന്ന പോലെ തോന്നുള്ളൂ. രാത്രി കുക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മടിയുള്ള ഞാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചേക്കാം, ബാക്കി അടുക്കള ക്ലീനിങ് കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്തോളാമെന്ന്. അപ്പം അമ്മ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ മടിയൊന്നും കൂടാണ്ട് നമുക്ക് വേഗം നമ്മുടെ പാചകം കണ്ട് തീർക്കാം. ഫ്രൈഡ് റൈസിൻ്റെ മിക്സിങ് തയ്യാറാക്കാൻ എളുപ്പമാണ് കേട്ടോ. ചിക്കൻ മാഗി ക്യൂബ് ഇട്ടിട്ട് പിന്നെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. കാരണം ക്യാരറ്റ് വേവാൻ ഇത്തിരി സമയം എടുക്കും കേട്ടോ. പിന്നെ ഒരുപാട് വെന്ത് പോവും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വെന്താൽ മതി. ക്യാരറ്റ് ഒരു വിധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബീൻസും പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ആ മിക്സിയിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും സോസുകളുണ്ടെങ്കിൽ സോസുകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമേ വാങ്ങാറുള്ളൂ, സോയ സോസ് ഒന്നും വാങ്ങാറില്ല കേട്ടോ. കാരണം നമ്മൾ വേറെ ഐറ്റം ഒന്നും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ടീം ലീഡർ വിളിച്ചത്. ഞാൻ എന്താ വിളിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഇന്ന് ചെയ്ത വർക്കിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. റിപ്പോർട്ട് ആൾക്ക് വേഗം കൊടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ ആൾക്കായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഇന്ന് ചീത്ത കേൾക്കുക. അതുകൊണ്ട് പിന്നത്തെ മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ഛനോട് അമ്മോടും ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞ് ഞാൻ നേരെ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് ആ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടാണ് ഞാൻ പതുക്കെ ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും വിശപ്പൊക്കെ ഒരുവിധമായിട്ടുണ്ട്. എന്തായാലും ഫ്രൈഡ് റൈസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അപാര ടേസ്റ്റ് എന്ന് പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ബിരിയാണി അരിയുടെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അത് നമ്മുടെ ഈ അരിക്ക് കിട്ടില്ല കേട്ടോ, എങ്കിലും അത്യാവശ്യം കൊള്ളാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ മുട്ടക്കറിയുടെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ, അതും സോസും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നാളെ കാണാം.